ഹരേ കൃഷ്ണ. ഇന്ന് മഹാഭാരതത്തിലെ ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 1000 അശ്വമേധ യാഗങ്ങളും 100 രാജസൂയങ്ങളും നടത്തിയ ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. മഹാഭിഷക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സ്വർഗത്തിൽ അനേകം സ്ഥാനമാനങ്ങൾ കിട്ടിയ ഒരു മഹാരാജാവായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി. ബ്രഹ്മാവിൻ്റെ മുമ്പിൽ വെച്ച് ഗംഗാദേവിയെ പ്രേമപുരസ്സരം നോക്കിപ്പോയി. ഇതിൽ കുപിതനായ ബ്രഹ്മാവ് അദ്ദേഹത്തെ ശപിക്കുകയാണ് ഉണ്ടായത്. നീ മനുഷ്യനായിട്ട് ഭൂമിയിൽ ജന്മമെടുക്കട്ടെ എന്നും. അങ്ങനെ ഈ മഹാഭിഷക് രാജാവ് ഭൂമിയിൽ പുരുവംശത്തിലെ പ്രദീപ മഹാരാജാവിൻ്റെ പുത്രനായിട്ടാണ് ജന്മമെടുക്കുന്നത്, മനുഷ്യജന്മം എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രനെ ശന്തനു എന്ന് പേരിട്ടു. ആയുധവിദ്യകളും അതുപോലെ വേദശാസ്ത്രങ്ങളെല്ലാം അഭ്യസിപ്പിച്ചു. ശന്തനു വളർന്നപ്പോൾ പ്രദീപ മഹാരാജാവ് അദ്ദേഹത്തിനെ രാജ്യഭാരം ഏൽപ്പിച്ച് വാനപ്രസ്ഥത്തിന് പോയി. ഇതേ സമയത്ത് അഷ്ടവസ്തുക്കൾ ഒരിക്കൽ വസിഷ്ഠ മുനിയുടെ ആശ്രമത്തിനടുത്തുകൂടെ ഇങ്ങനെ ഭാര്യമാരുമൊത്ത് പോവുകയായിരുന്നു. കാനനത്തിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചു കൊണ്ടുപോകുന്ന അഷ്ടവസ്തുക്കൾ വസിഷ്ഠ മുനിയുടെ കാമധേനു പശുവായ നന്ദിനി പശുവിനെ കാണാനിടയായി. അപ്പോൾ അഷ്ടവസ്തുക്കളിൽ ഒരാളായ ദ്യോവിൻ്റെ ഭാര്യയ്ക്ക് ഇതിനെ സ്വന്തമാക്കണമെന്ന് മോഹം തോന്നി. അങ്ങനെ ദ്യോവ് ഈ നന്ദിനി പശുവിനെ കട്ടുകൊണ്ടുപോവുകയാണ്. വസിഷ്ഠ മഹർഷി ഇത് തൻ്റെ പശുവിനെ കട്ടുകൊണ്ടുപോയ വിവരമറിഞ്ഞ് അഷ്ടവസ്തുക്കളെ ശപിക്കുകയാണ്. നിങ്ങളെല്ലാവരും മനുഷ്യരായിട്ട് ഭൂമിയിൽ ജന്മമെടുക്കട്ടെ. ഇതിൽ പ്രധാന കാരണക്കാരനായ ദ്യോവിന് കൂടുതൽ വർഷം മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിക്കേണ്ടി വരും. ബാക്കി എല്ലാവർക്കും 1 വർഷം കഴിഞ്ഞാൽ ശാപമോക്ഷം കിട്ടും എന്ന് ഉള്ള ഒരു വാക്കും വസിഷ്ഠ മഹർഷി പറയുകയാണ്. വസിഷ്ഠ മഹർഷിയുടെ ശാപമേറ്റ അഷ്ടവസ്തുക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗംഗാദേവിയെ സമീപിക്കുകയാണ്. അല്ലയോ മാതാവേ, ഞങ്ങളിങ്ങനെ മുനിയുടെ ശാപത്താൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് വന്ന് ഞങ്ങളുടെ മാതാവായിട്ട് ഭൂമിയിൽ ജനിക്കണം. അതുപോലെ തന്നെ ശന്തനു മഹാരാജാവിൻ്റെ പുത്രന്മാരായിട്ടാണ് ഞങ്ങൾ ഭൂമിയിൽ ജന്മമെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശന്തനുവിൻ്റെ ഭാര്യയാകണമെന്നുള്ളത് പിന്നെ ഗംഗാദേവിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. അതായത് മഹാഭിഷക്കാണല്ലോ ശന്തനുവായിട്ട് ജന്മമെടുത്തത്. അതുപോലെ തന്നെ ഗംഗാദേവി കാരണമാണല്ലോ അദ്ദേഹത്തിന് ശാപം കിട്ടിയത്. അപ്പോൾ പിന്നെ ഗംഗാദേവി അഷ്ടവസ്തുക്കൾക്ക് ഉറപ്പ് കൊടുത്തു, നിങ്ങൾക്ക് ശാപമോക്ഷം നൽകാം, ഞാൻ ഭൂമിയിൽ അവതരിക്കാം എന്നുള്ള ഒരു വാക്ക് കൊടുത്തു. ഇതേ സമയത്ത് ശന്തനു മഹാരാജാവ് നല്ല രീതിയിൽ രാജ്യഭരണമൊക്കെ നടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. ഒരിക്കൽ നായാട്ടിന് ഗംഗാതീരത്തെത്തിയ ശന്തനു മഹാരാജാവ് സുന്ദരിയായ ഒരു യുവതിയെ ഇവിടെ കാണുവാനിടയായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ലയോ ഭവതി, അങ്ങ് ആരാണ്? അങ്ങയുടെ പേരെന്താണ്? അത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഗംഗാദേവിയാണ്. അവിടുന്ന് ഭവതിക്ക് എൻ്റെ ഭാര്യയായി വരാൻ ആഗ്രഹം അല്ലെങ്കിൽ സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സമ്മതമാണ് അല്ലയോ മഹാരാജാവേ, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. എൻ്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് അങ്ങ് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ അങ്ങയെ വിട്ടുപോകും. അങ്ങനെ രാജാവ് സമ്മതിച്ചു. അങ്ങനെ ഗംഗാദേവിയും ശന്തനു മഹാരാജാവും കൊട്ടാരത്തിൽ പിന്നെ വിവാഹം കഴിച്ച് താമസിച്ചു വരികയായിരുന്നു. അവർക്ക് ഗംഗാദേവി ഗർഭിണിയായി ആദ്യത്തെ പുത്രനുണ്ടായി. ആ പുത്രനെ ഗംഗാദേവി എടുത്തുകൊണ്ടുപോയി ഗംഗാനദിയിൽ എറിഞ്ഞു കൊല്ലുകയാണ്. അങ്ങനെ ശാപമോക്ഷം കിട്ടി. അതുപോലെ തന്നെ അങ്ങനെ 7 പുത്രന്മാരെയും ഗംഗാദേവി ഇപ്രകാരം പിന്നെ പ്രസവിച്ചിട്ട് ഗംഗാനദിയിൽ എറിഞ്ഞു ശാപമോക്ഷം നൽകി. പക്ഷേ ശന്തനുവിന് ഈ കഥ അറിയില്ലല്ലോ. അങ്ങനെ 8ാമത്തെ പുത്രനെയും ഇങ്ങനെ ഗംഗയിൽ കൊണ്ട് എറിയുവാൻ കൊണ്ടുപോയപ്പോൾ പിന്നെ ശന്തനു മഹാരാജ് പറഞ്ഞു, അല്ലയോ ദേവി, ഇനിയും ക്രൂരത കാണിക്കരുത്, ഈ പുത്രനെങ്കിലും എനിക്ക് വളർത്താൻ തരണം. ദേവി അപ്പോൾ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ, പക്ഷെ എൻ്റെ ആഗ്രഹത്തിന് അങ്ങ് വിപരീതമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തി അങ്ങയെ തിരികെ ഏൽപ്പിക്കാം, ഞാൻ അങ്ങയെ വിട്ടുപോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗാദേവി ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഗംഗാദത്തൻ അഥവാ ദേവവ്രതൻ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു ഈ കുഞ്ഞ്. അതുപോലെ തന്നെ പിന്നെ ഗംഗാദത്തനെ പരശുരാമനിൽ നിന്ന് ആയുധവിദ്യകളും വസിഷ്ഠ മഹർഷിയിൽ നിന്ന് വേദശാസ്ത്രങ്ങളെല്ലാം അഭ്യസിപ്പിച്ച് ശന്തനു മഹാരാജാവിനെ തിരികെ ഏൽപ്പിക്കുകയാണ്. തൻ്റെ പുത്രനെ വളർന്ന പുത്രനെ രാജ്യഭാരമെല്ലാം ഏൽപ്പിച്ച് ശന്തനുവും സമാധാനമായി ഇരുന്നു. ഇതാണ് നമ്മുടെ ഗംഗാദേവിയുടെയും ശന്തനു മഹാരാജാവിൻ്റെയും കഥ.
ഈ ഗംഗാദത്തനാണ് അഥവാ ദേവവ്രതനാണ് നമ്മുടെ പിന്നെ മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു 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 രണ്ട് ഒരു കഥാപാത്രമായിട്ട് പിന്നെ വരുന്നത്. ആ കഥ നമുക്ക് പിന്നീട് പറയാം. നമ്മുടെ ഇതിഹാസങ്ങളും നമ്മുടെ പുരാണങ്ങളും എല്ലാം പറയുന്നത് നമുക്ക് പൂർവ്വജന്മമുണ്ട്, അതുപോലെ തന്നെ വരുന്ന ജന്മമുണ്ട്, അടുത്ത ജന്മമുണ്ട്. 84 ലക്ഷം വർഷം കഴിയുമ്പോഴാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്, മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ജന്മമെടുക്കും. അതുപോലെ തന്നെ ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനിൽ പരമാത്മാവിൽ ലയിക്കാൻ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ജന്മത്തിലാണ് നമുക്ക് മോക്ഷം ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണല്ലോ നമ്മളെ എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.